ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡിസാസ്റ്റർ ചീഫ്, medical director, director of nursing, CEO may authorize the all clear announcement. എന്താണ് നമ്മുടെ ഡിസാസ്റ്റർ പ്രവർത്തനങ്ങളൊക്കെ ഒരുവിധ അവസാനിച്ചു. എല്ലാ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളൊക്കെ കൊടുത്തു. നമുക്ക് ആ ഒരു പ്രവർത്തനം, നമുക്ക് ആ ഒരു ഡിസാസ്റ്ററിന്റെ ആ സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ഡിസാസ്റ്ററിന്റെ ചീഫ് അല്ലെ, നമ്മുടെ കമാൻഡർ, അതല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ സിഇഒ എന്ത് ചെയ്യുക? ഓതറൈസ്ഡ് പേഴ്സൺ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്, എല്ലാ പ്രവർത്തനങ്ങളും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയില്ലേ, അതിനു വേണ്ടിയിട്ട് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് ഡിസാസ്റ്റർ, നമുക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി എല്ലാവർക്കും എല്ലാ പ്രവർത്തനങ്ങളും നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ എന്നുള്ള പ്രവർത്തനം അവസാനിപ്പിക്കാനോ? എല്ലാവരെയും വിവരം അറിയിക്കണം അല്ലെ. നമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചിലപ്പോ എന്താണ്, നമുക്ക് അതർ സ്റ്റാഫുകളെ നമ്മ അവിടെ നിയമിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ, വോളണ്ടിയേഴ്സിനെ നിയമിച്ചിട്ടുണ്ടായിരിക്കാം, മാധ്യമ പ്രവർത്തകര് വന്നിട്ടുണ്ടായിരിക്കാം, മറ്റ് മെഡിക്കൽ ആൻഡ് അതർ സ്റ്റാഫുകളെ നമ്മ നിയമിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ എല്ലാവരെയും നമ്മൾ വിവരം അറിയിക്കണ്ടേ? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു അല്ലെ, വിവരം അറിയിക്കണോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓതറൈസ്ഡ് പേഴ്സൺ, ഒന്നെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് the telephone operator will then make an all clear announcement our public address system. സിസ്റ്റം എന്നാണ് കേട്ടോ. എന്താണ്? നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ അവരുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റം, അതായത് പേജിംഗ് വഴിയോ അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ മൈക്കുകൾ വഴിയോ എന്താണ് അവര് മറ്റു എല്ലാവരെയും വിവരം അറിയിക്കാണ് അല്ലെ. എന്താണ്? ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ, ദുരന്ത പ്രവർത്തനങ്ങൾ അവസാനിച്ചു, ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തുന്നു. നെക്സ്റ്റ് എന്താണ്? ഷീ ഓർ ഹി വിൽ അനൗൺസ് കോഡ് ഗ്രേ, നമ്മുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവാക്വേഷൻ പ്രോസസ്, അതായത് എല്ലാവരും ഒഴിച്ചു വിടുന്നതിന് വേണ്ടി കൊടുക്കുന്ന അവിടുന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന അലേർട്ടാണ് കോഡ് ഗ്രീൻ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മ പറഞ്ഞില്ലേ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മ പറഞ്ഞു അല്ലെ, ഡോക്ടർ മേജർ അനൗൺസ് ചെയ്യുന്ന എന്താണ്? ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അങ്ങനെ ഒരു അലേർട്ട് കൊടുക്കുന്നതിന് വേണ്ടി. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കോഡ് ബ്ലൂ അല്ലെ, ഒരു കാർഡിയാക് അറസ്റ്റുമായിട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിനു വേണ്ടി ഒരു അലേർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതേപോലെ നമ്മുടെ ഡിസാസ്റ്റർ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു. ആ എന്താണ് അങ്ങനെയുള്ള ഒഴിച്ചുവിടുന്നതിന്, എല്ലാവരെയും പറഞ്ഞയക്കുന്നതിനുള്ള ഒരു അനൗൺസ്മെന്റിന്, ഒരു അലേർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് ഗ്രീൻ അലേർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ദുരന്തം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ, ഡിമൊബിലൈസേഷൻ ഫേസ്. എന്താണ്? നമ്മുടെ ഡിസാസ്റ്ററിന്റെ ആ ഒരു പ്ലാന് നിർജീവമാക്കൽ ഫേസ് അല്ലെങ്കിൽ ഡിമൊബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നു. ഡിക്ലെയറിംഗ് ദ ഡിസാസ്റ്റർ ടു ബി ഓവർ അല്ലെ. എന്ത് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ദുരന്തം അല്ലെ, ഡിസാസ്റ്റർ അവസാനിച്ചതായി, ആ ഒരു ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ അവസാനിച്ചതായി, ഓവറായതായി അല്ലെ, അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. The decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administration. നമ്മൾ ആ ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. വിലയിരുത്തിയതിനു ശേഷം മാത്രമല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്താണ്?
എന്താണ് നമുക്ക് മനസ്സിലാകണം അല്ലെ, ആ ഒരു പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ദുരന്തം നമുക്ക് ഏറെക്കുറെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമല്ലേ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറും മറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ നമ്മുടെ മാനേജ്മെന്റും കൂടി നല്ല രീതിയിൽ ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ്, ആ ഒരു സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്തതായി അല്ലെ നിർജീവമാക്കിയതായി പ്രഖ്യാപിക്കുന്നതിനുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറും ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററും ആ ഒരു ദുരന്ത പ്രവർത്തനങ്ങള് ശരിയായ രീതിയിൽ വിലയിരുത്തിയതിന് ശേഷമാണ് ആ ഒരു എമർജൻസി പ്ലാന് നിർജീവമാക്കിയതായിട്ടുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് the deactivation should not be early, premature or too late അല്ലെ. നമ്മുടെ ആ ഒരു നിർജീവമാക്കലുള്ള ആ ഒരു ഡിസിഷൻ ഒരുപാട് നേരത്തെ എടുക്കാൻ പാടുണ്ടോ? ദുരന്ത പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ചിലപ്പോ എന്താണ്, ഒരുപാട് പേഷ്യൻസിന് ചിലപ്പോ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ചിലപ്പോ അവർക്കൊക്കെ മരണം സംഭവിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഡിസിഷൻ ഡീആക്ടിവേഷൻ എന്നുള്ള ആ ഒരു പീരീഡ് ഡിസിഷൻ ഒരുപാട് നേരത്തെ എടുക്കാൻ പാടില്ല. അതേപോലെ നമ്മൾ ഒരുപാട് താമസിച്ചെടുക്കാൻ പാടുണ്ടോ? അപ്പൊ നമുക്ക് ഒരുപാട് നഷ്ടം വരുന്നുണ്ട് അല്ലെ, ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഈ ഒരു ഡിസിഷനുകള് നമുക്ക് ഒരുപാട് നേരത്തെയോ അല്ലെങ്കിൽ ഒരുപാട് താമസിച്ചോ എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നത് it is very difficult to reactivate the emergency plan once it has been declared over because staff tiredness starts which is difficult to overcome അല്ലെ. അപ്പൊ നമുക്കറിയാം ആ ഒരു ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തു ആ ഒരു പ്ലാൻ. നെക്സ്റ്റ് നമുക്ക് വീണ്ടും നമുക്ക് ഇനിയും ഒരുപാട് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട് എന്ന് കണ്ടിട്ട് വീണ്ടും ആ ഒരു എമർജൻസി പ്ലാൻ റീആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കോ? റീആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും അത് റീആക്ടിവേറ്റ് ചെയ്യാൻ ഇല്ല അല്ലെ. ചിലപ്പോ എന്താണ്, വന്ന സ്റ്റാഫുകൾ ഒരുപാട് പേര് തിരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെ. ചിലപ്പോ നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് പ്രഷർ ആയിരിക്കും അല്ലെ. അവരൊരുപാട് ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. ആണോ? അപ്പൊ അവരെന്ത് ചെയ്യാം, നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാം, റിലാക്സ് ചെയ്യും അല്ലെ. നമ്മളാണെങ്കിൽ അങ്ങനെയാണ്, ഒരുപാട് ജോലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യാറില്ലേ. അപ്പൊ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കോ? അത് പെട്ടെന്ന് നമുക്ക് നടത്താൻ സാധിക്കോ? ഇല്ല. അപ്പൊ എന്താണ്, ഒരു തവണ നമ്മ ആ ഒരു എമർജൻസി പ്ലാന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും അത് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു സ്റ്റാഫുകളുടെ ആ ഒരു ടയേർഡ്നെസ്, ആ ഒരു ക്ഷീണം അവരെ രണ്ടാമതും റെഡിയാക്കി എടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ ആണോ? വീണ്ടും ആ ഒരു പ്രവർത്തനങ്ങള് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേണ്ടി വരുന്നുണ്ട് അല്ലെ. ഡിഫിക്കൽട്ട് ചിലപ്പോ നമ്മ എക്യുപ്മെന്റുകൾ അല്ലെ, അതിനു വേണ്ടി നമ്മ കൊണ്ടുവന്ന എക്യുപ്മെന്റുകൾ മെഷീനറീസ് ഒക്കെ തിരിച്ചു കൊണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് തിരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വന്ന പുതിയ സ്റ്റാഫുകൾ അവര് പോയിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ആ ഒരു പ്രവർത്തനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്താണ്, ഇഷ്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജസ് ടു മീഡിയാസ് അല്ലെ. എന്താണ്, നമ്മുടെ മീഡിയാസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും സന്ദേശങ്ങളും നൽകുന്നു അല്ലെ.
പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ലേ ഇത്ര ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, ഇത്രയും പേര് എന്താണ് റിക്കവറി ചെയ്തിട്ടുണ്ട്, ഇത്രയും പേര് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് മെസ്സേജുകളും മീഡിയാസിന് നൽകുന്നു. മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ് അല്ലെ, നമ്മുടെ പേഷ്യന്റ് റിലേറ്റീവ്സും അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുമുള്ള ഒരു മീഡിയേറ്റർ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നു അല്ലെ. എന്താണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് കൈമാറുന്നതിനുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട്, അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കൈമാറുന്നതിനുള്ള ഒരു മീഡിയേറ്റർ ആയി നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് സെൻട്രലൈസസ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ് അല്ലെ. എന്താണ് നമ്മുടെ കാഷ്വാലിറ്റീസിൽ നിന്നും എല്ലാ സെക്ഷനിലേക്കും അല്ലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ഇൻഫർമേഷൻസ് കൈമാറുന്ന ഒരു സെൻട്രലൈസ്ഡ് ഇൻഫോർമേറ്റർ ആയിട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു അല്ലെ. നമ്മുടെ കാഷ്വാലിറ്റിയിൽ നിന്ന് ചിലപ്പോ പേഷ്യൻസിന് ഐസിയുല ഒരു ഹെൽപ്പ് വേണ്ടി വരാം അല്ലെ, ഐസിയുലേക്ക് കിടത്തേണ്ടി വരാം, അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നടത്തേണ്ടി വരാം, അല്ലെങ്കിൽ സ്കാനിങ്ങുകൾ എടുക്കേണ്ടി വരാം അല്ലെ. പല പ്രവർത്തനങ്ങളുമായി കോർഡിനേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാഷ്വാലിറ്റിയിലുള്ള പേഷ്യൻസിന്റെ വിവരങ്ങൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൈമാറുന്ന ഒരു സെൻട്രലൈസ്ഡ് ഇൻഫോർമേറ്റർ ആയിട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ് അല്ലെ. എന്താണ് ആ ഒരു ദുരന്ത പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചെടുക്കുന്ന ഫോട്ടോകൾ കൺട്രോൾ ചെയ്യാനുള്ള എന്താണ് ഫോട്ടോഗ്രാഫുകളും നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്നു അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റൽ ആ ഒരു സിറ്റുവേഷനിലെ പേഷ്യൻസിന്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, അത് സിറ്റുവേഷൻ എങ്ങനെയാണ്, ഹോസ്പിറ്റലിലെ അവസ്ഥകൾ എങ്ങനെയാണെന്ന് അല്ലെ. അപ്പൊ എന്താണ് എല്ലാ ഫോട്ടോഗ്രാഫ്സുകളും നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്നു. ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ മീഡിയാസ് എടുക്കുന്ന എല്ലാ ഫോട്ടോഗ്രാഫ്സുകളും നിയന്ത്രിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പയേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് കാഷ്വാലിറ്റി ലിസ്റ്റ്. എന്താണ് നമ്മുടെ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതും അത് അപ്ഡേറ്റ് ചെയ്യുന്നതും ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ ചിലപ്പോ കാഷ്വാലിറ്റിയില് 100 പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടാവാം, അതിന് ചിലപ്പോ 2 പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 പേർക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കാം, 15 പേര് റിക്കവറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടുകൾ എന്താണ് ഓരോ സമയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ ന്യൂസിൽ കാണാറില്ലേ, ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഇപ്പൊ 2 പേഷ്യന്റ് മരിച്ചു എന്നുള്ളത് ചിലപ്പോ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ അത് 4 പേരാവാം അല്ലെ, അല്ലെങ്കിൽ റിക്കവറി ചെയ്തവരുടെ എണ്ണം കൂടി വരാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ കാഷ്വാലിറ്റിയിലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഒരു ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതും ആ ഒരു ഇതുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് പബ്ലിക് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ ഓക്കെ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസ് ഇമ്പോർട്ടന്റ് ആണ്, അത് അടയാളപ്പെടുത്തുക. ഇത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സൺ അല്ലെ. പറയാം അന്നത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങള് നോർമൽ രീതിയിലായിരിക്കും. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ പ്രവർത്തനങ്ങള് നോർമൽ രീതിയിലായിരിക്കോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് റിമെയിൻ ഇൻ ദെയർ ഏരിയ ഡിഫർ ഓർ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലെ ആയിരിക്കോ അവിടുത്തെ പ്രവർത്തനങ്ങൾ വരുന്നത്? അതിൽ നിന്ന് മറ്റുള്ള ഏരിയാസിനെ അപേക്ഷിച്ച് അല്ലെ, മറ്റ് ഏരിയാസിനെ അപേക്ഷിച്ച് നമ്മുടെ കാഷ്വാലിറ്റിയില് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, ബി പ്രിപ്പയർഡ്
to receive and help disaster casualties need urgent life saving measures. എന്താണ് ദുരന്തബാധിതരെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ആളുകളെ സ്വീകരിക്കാനും അവരെ സഹായിക്കാനും തയ്യാറാകണം അല്ലെ. എങ്ങനെ കൊണ്ടുവന്നാലും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ തയ്യാറായിരിക്കണ്ടേ, സജ്ജമായിരിക്കണം അല്ലെ. കൂടാതെ എന്ത് ചെയ്യണം, അടിയന്തര രക്ഷാ നടപടികൾ സ്വീകരിക്കണം അല്ലെ. ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടുവന്നാലും അല്ലെ, അർജന്റ് ലൈഫ് സേവിങ് മെഷേഴ്സ് അല്ലെ, എന്താണ് ഏതൊരു സിറ്റുവേഷനിലും കൊണ്ടുവന്നാലും ദുരന്ത ബാധിതരെ സ്വീകരിക്കാനും അവരെ സഹായിക്കാനും തയ്യാറാക്കുക. കൂടാതെ അടിയന്തര രക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് see that extra nurses and assigned from the floors അല്ലെ. എന്താണ് നമ്മ പറഞ്ഞു മറ്റ് ഏരിയാസില് മറ്റ് ഫ്ലോറുകളിലൊക്കെ എന്താണ് ചിലപ്പോ നഴ്സുമാര് കൂടുതൽ ഉണ്ടാവാം അല്ലെ. അപ്പൊ ആ ഫ്ലോറുകളിലുള്ള എക്സ്ട്രാ നഴ്സുമാരെ എവിടെ നിയമിക്കാന്ന് നമ്മുടെ കാഷ്വാലിറ്റിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക. ഓക്കെയാണോ? അതർ ഫ്ലോറുകളില് വരുന്ന എക്സ്ട്രാ നഴ്സുമാരെ കാഷ്വാലിറ്റിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക. നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ടബിൾ ക്രാഷ് കാർഡ് are bought and kept in readiness in the triage areas. എന്താണ് നിങ്ങൾ ക്രാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ ക്രാഷ് കാർഡ്, മാക്സ് കാർഡ്, ക്രാഷ് കാർഡ് എന്നൊക്കെ പറയും. ട്രോളിയൊക്കെ പോലെ തന്നെ ഒരുപാട് വലിപ്പുകളൊക്കെ ഉള്ള സ്ട്രക്ചർ അല്ല, ഒരുപാട് വലിപ്പുകളൊക്കെ ഉള്ള വീൽ ചെയർ അല്ല, നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവൂലേ ട്രോളി പോലെ, കണ്ടിട്ടുണ്ടോ? ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഹലോ, കണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് പല ടൈപ്പിലുള്ള ക്രാഷ് കാർഡുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇതിൽ നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ വെക്കാം, ഒരുപാട് മെഡിസിനുകൾ അല്ലെ. എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഷ്യൻസിന് എന്താണ് അവർക്ക് അടിയന്തര പരിചരണം കൊടുക്കുന്നതിന് ആവശ്യമായ മെഡിസിനുകൾ, എക്യുപ്മെന്റുകളൊക്കെ അറ്റ് എ ടൈം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ക്രാഷ് കാർഡുകൾ നമ്മുടെ മെഡിക്കൽ കാഷ്വാലിറ്റിയിൽ സജ്ജമാണോ എന്നുള്ള കാര്യങ്ങള് അവര് ചെക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ.
ഓക്കെ ആയില്ലേ? ക്രാഷ് കാർട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എക്യുപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ ക്രാഷ് കാർട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് ആ അക്കൗണ്ടബിൾ ദാറ്റ് ക്രാഷ് കാർഡ്സ് ആർ ബോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ റെഡിനെസ് ഇൻ ദി ട്രയേജ് ഏരിയാസ് അല്ലെ. നമ്മുടെ ആ ഒരു ട്രയേജ് ഏരിയയിൽ ക്രാഷ് കാർട്ടുകൾ അവർ വാങ്ങുകയും എന്താണ് ആ ഒരു ക്രാഷ് കാർട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ മെഡിസിൻ ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് എ പോർട്ടബിൾ എക്സ്റേ മെഷീൻ ബ്രോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു പോർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ഒരു എക്സ്റേ മെഷീൻ കൊണ്ടുവരികയും അത് സജ്ജമാക്കാതെ അവിടെ സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? നമുക്കറിയാം ചിലപ്പോ ആ ഒരു ഡിസാസ്റ്ററുമായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന് നമുക്ക് സ്കാനിങ്ങിനൊക്കെ വേണ്ടി എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ എക്സ്റേ റൂമുകൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. ചിലപ്പോ ആ ഒരു സിറ്റുവേഷനിലായിരിക്കില്ല. അപ്പൊ അവർക്ക് എക്സ്റേ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുക. ഓക്കെ ആണോ? ആ ഒരു സെക്ഷൻ ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാം അല്ലെ. ബാക്കി എടുക്കാലോ. നെക്സ്റ്റ് സെക്യൂരിറ്റി. സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് നമ്മുടെ സെക്യൂരിറ്റിക്കാരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ് അല്ലെ. ഇതാണ് നമ്മുടെ ലോക്കൽ പോലീസുമായിട്ട് അടുത്ത സഹകരണത്തോടി കൂടി പ്രവർത്തിക്കുക അല്ലെ. നമുക്കൊരു തീപിടുത്തം ഉണ്ടായാൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ ആ പേഷ്യൻസിനെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അല്ലെ. സാധിക്കോ? അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല സെക്യൂരിറ്റി സ്റ്റാഫുകൾക്ക്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ലോക്കൽ പോലീസുമായിട്ട് അടുത്ത കോപ്പറേഷനിലൂടെ അല്ലെ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുക. ഇപ്പൊ സെക്യൂരിറ്റി പറയുന്നതിലും കൂടുതൽ പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കും അല്ലെ. കൺട്രോൾ ചെയ്യാൻ കൂടുതൽ നമുക്ക് എളുപ്പമായിരിക്കും അല്ലെ. ആണോ? ആളുകളെ നിയന്ത്രിക്കാനൊക്കെ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ലോക്കൽ പോലീസുമായിട്ട് ഒരു കോപ്പറേഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്തും ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്താണ് ഓർഡേഴ്സ് അല്ലെ, നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക അല്ലെ. നമ്മുടെ എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ആ ഒരു എന്താണ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഓർഡേഴ്സ് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറ്റുക. അവിടുത്തെ ട്രാഫിക് അല്ലെ, അവിടുത്തെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കുക. നമ്മുടെ എൻട്രൻസിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ ഒരു വണ്ടികളെ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് കടത്തി വിടുക അല്ലെ. സ്റ്റാഫുകൾ എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്താം അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലും ആ ഒരു ഹോസ്പിറ്റലിന്റെ പുറത്തേക്കുമുള്ള ആ ഒരു ഓർഡേഴ്സ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡയറക്ട് ട്രാഫിക് so as not to block the free entry of patient carrying vehicle to and outside the hospital. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തേക്കും രോഗികളുമായി വരുന്ന വാഹനങ്ങളുടെ എന്താണ് പ്രവേശനം തടയാതിരിക്കുക അല്ലെ. അവരെ പെട്ടെന്ന് തന്നെ കയറ്റി വിടണ്ടേ രോഗികളുമായി വരുന്ന വണ്ടികള്. ഇപ്പൊ ചിലപ്പോ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഫ്രീ എൻട്രി എക്സിറ്റ് ഓക്കെ എന്താണ് ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് കെയർസ് കൊടുക്കുന്നതിന് വേണ്ടി വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലേ. ആണോ? പിന്നെ എന്താണ് ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും എന്താണ് ആംബുലൻസിലായിട്ടും അവര് പ്രൈവറ്റ് വെഹിക്കിൾസിലൊക്കെ ആയിട്ടും. അപ്പൊ ആ ഒരു സമയത്ത് അവര് വാഹനങ്ങൾക്ക് ഉള്ള ആ ഒരു പ്രവേശനം തടയാതിരിക്കുക അല്ലെ. അവരെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കിടത്തി വിടുക. നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പ്രധാന ഏരിയാസ്
സംരക്ഷിക്കുക അല്ലെ. ഏതാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻ ജനറേറ്റേഴ്സ്, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈസ്, അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ പ്രധാന ഏരിയാസിലെ പ്രവർത്തനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. Restrain and strictly control access to the hospital, direct the entry for the authorized person to appropriate entries. Ambulance to emergency, related to waiting areas, media to media rooms. അല്ലെ, എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ പേഴ്സൺസിനെയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് നയിക്കുക അല്ലെ. ഇപ്പൊ എമർജൻസി ആംബുലൻസിനെ ഒക്കെ ആണെങ്കിൽ എങ്ങോട്ടാ കടത്തിവിടേണ്ടത്? കാഷ്വാലിറ്റിയിലേക്ക് അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. നമ്മുടെ മീഡിയാസിന് എങ്ങോട്ടാണ്? മീഡിയ റൂമിലേക്കാണ് അല്ലെ. കാഷ്വാലിറ്റിയിലേക്ക് കടത്തിവിടാൻ പാടുണ്ടോ മീഡിയാസിനെ? ഇല്ല. അപ്പൊ മീഡിയാസിനെ മീഡിയ റൂമിലേക്ക്, റിലേറ്റീവ്സിനെ എങ്ങോട്ടായിരിക്കണം? വെയിറ്റിംഗ് ഏരിയാസിലേക്ക് ആയിരിക്കണം അല്ലെ കടത്തിവിടേണ്ടത്. അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് നയിക്കുക, അവരെ ഡയറക്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? മറ്റ് ഏരിയാസിലേക്കുള്ള അവരുടെ പ്രവേശനങ്ങള് നിർബന്ധമായിട്ടും നിയന്ത്രിക്കുക അല്ലെ. മറ്റ് ഏരിയാസിലേക്കുള്ള അവരുടെ എന്താണ്, അവരെ നിർബന്ധമായി നിയന്ത്രിക്കുകയും ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് നയിക്കുകയും ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആംബുലൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്, റിലേറ്റീവ്സിനെ വെയിറ്റിംഗ് ഏരിയാസിലേക്ക്, മീഡിയാസിനെ മീഡിയ റൂംസിലേക്ക് പറഞ്ഞേക്കുക അല്ലെ. നെക്സ്റ്റ്, പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ് അല്ലെ. ഹോസ്പിറ്റലിലെ ആളുകളെയും നമ്മുടെ സ്റ്റാഫുകളെയും പേഷ്യൻസിനെയും പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ, സംരക്ഷിക്കുക. നമുക്ക് ഒരുപാട് തിരക്കുകൾ, ഒരുപാട് പേഷ്യൻസിന്റെ ഒക്കെ വന്നു കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ചിലപ്പോ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരില്ലേ, തിക്കും തിരക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ ഹോസ്പിറ്റൽ പേഴ്സണൽസിനെയും പേഷ്യൻസിനെയൊക്കെ സംരക്ഷിക്കുക. നെക്സ്റ്റ്, ഓൾ ഹോസ്പിറ്റൽ പേഴ്സൺ ഷുഡ് ബി എ ഐഡന്റിറ്റി കാർഡ്. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എല്ലാവരും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഐഡന്റിറ്റി കാർഡുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. അവരെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ പ്രവർത്തനങ്ങളെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവര് നിർബന്ധമായിട്ടും ഐഡന്റിറ്റി കാർഡുകൾ ധരിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാല് the process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. അല്ലെ, എന്ന് വെച്ചാല് അവർക്ക് ലഭിക്കുന്ന ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റില് അവർക്ക് എത്രത്തോളം പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ആ ഒരു അടിയന്തര ചികിത്സയുടെ ആവശ്യകതയെ അടിസ്ഥാനമാക്കി അവര് സോർട്ട് ചെയ്യുക. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ബസ് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാല് അതിലൊരു 20 പേരെ കൊണ്ടുവന്നു. ആ 20 പേർക്കും അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിൽ കൊണ്ടുവരുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കണോ? ഒരേ സിറ്റുവേഷനിലായിരിക്കും എല്ലാവരെയും കൊണ്ടുവരുന്നത്? അല്ല, ചിലര് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കാം അല്ലേ. അപ്പൊ കൂടുതലും നമ്മൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? കൂടുതൽ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആരാ? ക്രിട്ടിക്കൽ പേഷ്യൻസിന് അല്ലെ. മൈനർ ഇഞ്ചറി ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ? വേണ്ട അല്ലെ. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? ചിലപ്പോ നമ്മ മൈനർ ഇഞ്ചറീസ് ഒക്കെ പറ്റിയ ആളുകളൊക്കെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവര് ഓക്കെ ആക്കി കൊണ്ടുവന്ന് നമ്മ മേജർ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനെ നോക്കാൻ വരുന്ന സമയത്ത് ചിലപ്പോ അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ. ആ ഒരു അനാസ്ഥ കാരണം, ബ്ലീഡിംഗ് ഒക്കെ കാരണം ചിലപ്പോ അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് എത്രത്തോളം പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് അവരുടെ അടിയന്തര ചികിത്സയെ അനുസ്പദമാക്കി
അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് ക്രിട്ടിക്കൽ പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകി അവർക്ക് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതിനുശേഷം എന്താണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന അർജന്റ് പേഷ്യൻസ് അല്ലെ. ക്രിട്ടിക്കൽ പേഷ്യൻസിന് കുറച്ചും കൂടി കുറവ് വരുന്ന അല്ലെ ഇഞ്ചുറീസും ഇൽനെസ്സും ഒക്കെ കുറവ് വരുന്നവരാണ് അർജന്റ് കെയർ പേഷ്യൻസ്. അവർക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതിനുശേഷം എന്താണ് വാക്കിംഗ് വൂണ്ടഡ് അല്ലെ, മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ പറ്റിയവർക്ക് ചികിത്സകൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ അവർക്ക് കിട്ടേണ്ട ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് എത്രത്തോളം പ്രയോജനം ലഭിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇപ്പൊ ഹെമറേജസ്, ഭയങ്കരമായിട്ടുള്ള ഹെമറേജസ്, ബ്ലീഡിങ് പറ്റിയ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്, മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് പറ്റിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡെഡ് കേസുകൾ ഒരാൾക്ക് മരണപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? മരണപ്പെട്ട ആൾക്ക് ഇനി ട്രീറ്റ്മെന്റ് കൊടുക്കണോ? ഡെഡ് കേസിന് ഇനി ട്രീറ്റ്മെന്റ് കൊടുക്കണോ? വേണ്ട. അപ്പൊ ആൾക്ക് എത്ര കൊടുക്കും? മൂന്നാമത്തെ പ്രയോറിറ്റി ആയിരിക്കും അല്ലെ കൊടുക്കുന്നത്. ഫസ്റ്റത്തെ പ്രയോറിറ്റി ആർക്ക് കൊടുക്കും? ബ്ലീഡിങ് അല്ലെ, ഓവർ ബ്ലീഡിങ് വെച്ചുകൊണ്ടുവരുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന ആ പേഷ്യന്റിനെ കൊടുക്കാം ആ ബ്ലീഡിങ്. രണ്ടാമത് ആർക്ക് കൊടുക്കും? മൈനർ ഇഞ്ചുറീസ് വെച്ചുകൊണ്ടുവരുന്ന പേഷ്യൻസിന് അല്ലെ. ലാസ്റ്റ് ആയിരിക്കും ഡെഡ് കേസിന്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന് കൊണ്ട് അവർക്ക് എത്രത്തോളം പ്രയോജനം ലഭിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആ ഒരു അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് അവരെ സോർട്ട് ചെയ്യുന്നതിനാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ട്രയേജ് ഈസ് ഡൺ ഇൻ എമർജൻസി റൂം. നമ്മൾ ട്രയേജ് നടത്തുന്നത്, ട്രയേജ് കൊടുക്കുന്നത് എവിടേക്കാണ്? എമർജൻസി റൂം, ഡിസാസ്റ്റർ ആൻഡ് വാർ, വെൻ ലിമിറ്റഡ് മെഡിക്കൽ റിസോഴ്സസ് must be allotted to enhance the number of survivors. എന്താണ്? അതിജീവിക്കുന്നവരുടെ അല്ലെ, സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പരിമിതമായ വിഭവങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മുടെ എമർജൻസി റൂമിലെ ഡിസാസ്റ്റേഴ്സ്, വാറിന്റെ ഒക്കെ സമയത്താണ് നമ്മൾ ട്രയേജുകൾ നടത്തുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരു യുദ്ധം നടക്കും അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകളുണ്ട് അല്ലെ, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതില് നമുക്ക് കുറച്ച് റിസോഴ്സുകൾ ഉള്ളെങ്കിൽ, ഒരു ലിമിറ്റഡ് റിസോഴ്സുകൾ ആണെങ്കിൽ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരേപോലെ കൊടുക്കാൻ സാധിക്കുമോ? ചിലപ്പോ നമുക്ക് എന്താണ് ഒരു 100 പേർക്ക് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ റിസോഴ്സുകൾ തീർന്നു പോകും അല്ലേ. 50 പേർക്ക് കൊടുക്കുമ്പോഴേക്കും റിസോഴ്സുകൾ തീർന്നു പോകും. അപ്പൊ എന്താണ് ഈ 50 പേരില് ചിലപ്പോ 25 പേരും മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ്, വലിയ മുറിവുകൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അത് കൊടുത്തതിന് വല്ല കാര്യമുണ്ടോ? നമുക്ക് അവരെ രക്ഷിക്കാം അല്ലെ. മൈനർ ഇഞ്ചുറീസ് ആണെങ്കിൽ നമുക്ക് അവരെ രക്ഷിക്കാം. അപ്പൊ എന്താണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആർക്കാ കൊടുക്കണ്ടേ? ക്രിട്ടിക്കൽ പേഷ്യൻസിന് കൊടുത്ത് അവരെ രക്ഷിക്കാനാണ് അല്ലെ നോക്കേണ്ടത് അല്ലേ അല്ലേ. ആണോ? അപ്പൊ അങ്ങനെ അവർക്ക് ആ ഒരു റിസോഴ്സുകൾ പരിമിതമാകുന്ന സമയത്ത് അവർക്ക് ഉള്ള റിസോഴ്സുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാഹിത വിഭാഗത്തിലും ഡിസാസ്റ്റേഴ്സ്, വാർ അല്ലെ, യുദ്ധസ്ഥലത്തുമൊക്കെയാണ് നമ്മൾ ഡിസാസ്റ്റർ ട്രയേജ് നടത്തുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഈ ട്രയേജിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. മിസ് പറഞ്ഞു അല്ലെ, ക്രിട്ടിക്കൽ പേഷ്യൻസ് ഉണ്ട്, എമർജൻസി എന്താണ് അർജന്റ് പേഷ്യന്റ് ഉണ്ട്, മൈനർ ആയിട്ടുള്ള വാക്കിംഗ് വൂണ്ടഡ് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ
ഓരോ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇവർ ഉൾപ്പെടുത്തുന്നത്, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് കാറ്റഗറി 1. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ ആവശ്യമായി വരുന്ന ആളുകളെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തേണ്ടത്. അപ്രോക്സിമേറ്റ്ലി ഒരു 20% ആളുകളും എങ്ങനെയുള്ളവരായിരിക്കും? ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് പ്രയോറിറ്റി, ആദ്യത്തെ പ്രയോറിറ്റിയാണ് നൽകുന്നത്. അതില് ആരൊക്കെയാണ് ഉൾപ്പെടുന്നതൊക്കെ? സെവർ ബ്ലീഡിംഗ്, കഠിനമായ രക്തസ്രാവം, ബ്ലീഡിംഗ് ഉള്ളവര്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, എന്താണ് നമ്മുടെ നാളത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് നമുക്ക് ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവര്, ന്യൂമോതെറാക്സ്. ന്യൂമോതെറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലങ്സിലെ എയർ നിറഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരെ, എന്താണ് ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നവരെയാണ് ന്യൂമോതെറാക്സ് എന്ന് പറയുന്നത്. ന്യൂമോ എന്ന് പറഞ്ഞാല് എയർ, തെറാക്സ് എന്ന് പറഞ്ഞാല് ലങ്സ്. അപ്പൊ എന്താണ് നമ്മുടെ ലങ്സില് എയർ നിറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നവരെയാണ് എന്താണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഹീമോതെറാക്സ്. ഹീമോതെറാക്സ് എന്ന് പറഞ്ഞാല്, ഹീമോ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടില്ലേ? ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയുന്ന എന്തിലാണ്? ബ്ലഡ് അല്ലേ. അപ്പൊ നമ്മുടെ തൊറാക്സില് ബ്ലഡ് നിറയാ, ലങ്സിലൊക്കെ എന്താണ് നമ്മുടെ ഹാർട്ടിന്റെ അവിടെ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ട് ഹാർട്ടിൽ നിന്ന് ബ്ലീഡിങ് വന്നിട്ട് അത് നമ്മുടെ ലങ്സിലും ചെസ്റ്റ് വാളിലൊക്കെ നിറയുന്നതിനെയാണ് ഹീമോതെറാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ടില് എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ട് എന്താണ് ഈ അവിടെ നിന്ന് വരുന്ന ആ ഒരു ബ്ലഡ് നമ്മുടെ ലങ്സിലോ അല്ലെങ്കിൽ ചെസ്റ്റ് വാളിലൊക്കെ നിറയുന്നതിനെയാണ് ഹീമോതെറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്. ഹൈപ്പോവോൾമിക് ഷോക്ക്. ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിന്റെയോ അതല്ലെങ്കിൽ ദ്രാവകത്തിന്റെയോ 15% നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതിനെയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെയോ അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ 15% നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതിനെയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്. എക്സ്ട്രീമിറ്റി സെവർലി ഇഞ്ചേർഡ് അല്ലെ, എന്താണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുന്നവര്, ഫേഷ്യൽ ബേൺസുകൾ അല്ലെ, നമ്മുടെ മുഖത്ത് പൊള്ളലേക്കുന്നത്, ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെ, നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിലെ പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് പേരുകൾ മാത്രം പഠിച്ചാൽ മതി, അത് ഏത് അസുഖമാണെന്നൊന്നും പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മിസ് പറഞ്ഞെന്നാണ്. ന്യൂമോതെറാക്സ് എന്ന് പറഞ്ഞാല് ലങ്സ് ലെയർ കയറിയിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. ഹീമോതെറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹാർട്ടിലൊക്കെ എന്തെങ്കിലും മുറിവുകൾ പറ്റി അതിൽ നിന്ന് ബ്ലീഡ് ചെയ്തിട്ട് നമ്മുടെ ലങ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് വാളിലൊക്കെ നിറയുന്നതിനെയാണ് ഹീമോതെറാക്സ് എന്ന് പറയുന്നത്. ഹൈപ്പോവോൾമിക് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ബ്ലഡോ അല്ലെങ്കിൽ അതർ ഫ്ലൂയിഡ്സുകൾ 15% നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് വരുന്നതിനെ, തകരാറിലാകുന്നതിനെയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുന്നവരെ, ഫേഷ്യൽ ബേൺസ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി 2 ഡിലേഡ് ട്രീറ്റ്മെന്റ്. എന്താണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ല, അവരുടെ ചികിത്സ കുറച്ചുകൂടി വൈകിയാലും പ്രശ്നമില്ല, ഡിലേ ആയാലും പ്രശ്നമില്ല. അപ്രോക്സിമേറ്റ്ലി 40% ആളുകൾ എങ്ങനെയുള്ളവരാണ് ഈ കാറ്റഗറി 2 ഉൾപ്പെടുന്നവരായിരിക്കും. അവർക്ക് രണ്ടാമത്തെ പ്രയോറിറ്റിയാണ് നൽകുന്നത്. ഫ്രാക്ചേഴ്സ് ഒടിവുകൾ സംഭവിക്കുന്നത്, സ്ഥാനഭ്രംശം ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത്, അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ നമ്മുടെ അബ്ഡോമനിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിക്കുന്നത്, തൊറാക്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത്, യൂറോജെനിറ്റൽ ട്രാക്റ്റിന് ഇൻഫെക്ഷൻസ്, യൂറോജെനിറ്റൽ ട്രാക്റ്റിന് എന്തെങ്കിലും
ബുദ്ധിമുട്ടുകൾ വരുന്നവര് സ്കൾ ബ്രെയിൻ ആൻഡ് 2 and 3 ഡിഗ്രി ബേൺസ് അല്ലെ, നമ്മുടെ സ്കളിനോ അല്ലെങ്കിൽ ബ്രെയിനോ 2 മുതൽ 3 ഡിഗ്രി വരെ പൊള്ളലേൽക്കുന്നവരെയാണ് കാറ്റഗറി 2 ഉൾപ്പെടുത്തുന്നത്. ഓക്കെയാണോ? 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 പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആ അസുഖങ്ങളുടെ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് എന്താണെന്ന് പഠിക്കണ്ട കേട്ടോ. ഒടിവുകള്, സ്ഥാനഭ്രംശം, അടിവയറ്റിന് എന്തെങ്കിലും മുറിവ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുന്നവര്, തൊറാക്സിന് അല്ലെ, നമ്മുടെ ലങ്സിന് ചെസ്റ്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നവര്, യൂറോജെനിറ്റൽ ട്രാക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന, വീഴ്ചകളൊക്കെ സംഭവിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നവര്, സ്കളിനോ അല്ലെങ്കിൽ ബ്രെയിനിനോ 2 മുതൽ 3 ഡിഗ്രി വരെ പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി 2 ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ്, ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ അല്ലെ. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 40% ആളുകളും മിനിമൽ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നവരാണ്. അവർക്ക് എത്രാമത്തെ പ്രയോറിറ്റി ആണ് നൽകുന്നത്? 3ാമത്തെ പ്രയോറിറ്റി അല്ലെ ആണ് നൽകുന്നത്. മൈനർ വോൺസുകൾ അല്ലെ, ചെറിയ ചെറിയ മുറിവുകൾ പറ്റിയവര്, സ്മോൾ ഫ്രാക്ചർ അല്ലെ, ചെറിയ ഒടിവ്, സ്പ്രെയിൻ അല്ലെ, ഉളുക്ക് സംഭവിച്ചവരൊക്കെയാണ് കാറ്റഗറി 3 ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് കാറ്റഗറി 4 എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് അല്ലെ. നമ്മ എന്താണ്, എന്തൊക്കെ ചികിത്സ കൊടുത്താലും അവർ രക്ഷപ്പെട്ടില്ല, മരിച്ച ആളുകളെയാണ് കേട്ടോ കാറ്റഗറി 4 ഉൾപ്പെടുത്തുന്നത്. ഡൈയിങ് ഓർ ഇൻജോർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ അല്ലെ. എന്താണ്, ഒന്നില്ലെങ്കിൽ മരിച്ചവര്, അല്ലെങ്കിൽ എന്താണ്, അതിജീവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ആളുകളെയാണ് കാറ്റഗറി 4 ഉൾപ്പെടുത്തുന്നവര്. ഓക്കെയാണോ? ഇൻജോർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ, അതിജീവിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തവർ അല്ലെങ്കിൽ മരിച്ച ആളുകളെയാണ് കാറ്റഗറി 4 ഉൾപ്പെടുത്തുന്നത്. ഓക്കെയാണോ? കാറ്റഗറി നെക്സ്റ്റ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻക്ലൂഡഡ് ചോദിക്കാൻ സാധ്യതയില്ല. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവര് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നവര്? ചിലപ്പോൾ ചോദിക്കാം സെവർ ബ്ലീഡിങ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോതോറാക്സ് ഒക്കെ ഉള്ള ആളുകളെ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദ്യം വരാം കേട്ടോ. അപ്പൊ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്ക്. ഓക്കെ, മനസ്സിലായോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണോ? അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഉള്ളവരെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആ ഗുരുതരമല്ല, അത്രയും പ്രശ്നമില്ല, അവർക്ക് ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി വൈകിയാലും പ്രശ്നമില്ല അല്ലെ, ഡിലേ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കാറ്റഗറി 2 ഉൾപ്പെടുത്തുന്നവര്. കാറ്റഗറി 3 എന്ന് പറയുന്നത് മിനിമൽ ട്രീറ്റ്മെന്റ് അല്ലെ, കുറഞ്ഞ ചികിത്സ ആവശ്യമായി വരുന്നത്, ചെറിയ ചെറിയ മുറിവുകള്, ചെറിയ ഒടിവുകളോ ഉളുക്ക് പറ്റിയവരൊക്കെയാണ് കാറ്റഗറി 3 ഉൾപ്പെടുത്തുന്നവര്. കാറ്റഗറി 4 മരിച്ചവര് അല്ലെങ്കിൽ അതിജീവിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളെയാണ് കാറ്റഗറി 4 ഉൾപ്പെടുത്തുന്നവര്. അപ്പൊ ഈ കാറ്റഗറി 4 അല്ലെങ്കിൽ കാറ്റഗറി 3 ഉള്ളവർക്ക് നമുക്ക് ഈ കുറച്ച് റിസോഴ്സുകൾ ഉള്ളെങ്കിൽ അതൊക്കെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ആദ്യം നമുക്ക് ആർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം? ക്രിട്ടിക്കൽ പേഷ്യൻസിനൊക്കെ കൊടുത്തിട്ട് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ട്രയേജ് ഒക്കെ ഓക്കെ ആയില്ലേ? കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞപ്പോ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, ഈ പേഷ്യൻസിനെ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് അവർക്ക് ടാഗിങ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഓരോ കളർ ടാഗുകൾ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ടാഗിങ്. പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. ആ ഒരു ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് എന്താണ് പ്രയോറിറ്റി അല്ലെ, അവർക്കുള്ള ആ ഒരു മുൻതൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ടാഗിങ് നൽകുന്നു അല്ലെ. അപ്പൊ അത് നോക്കിയേ, ക്രിട്ടിക്കൽ പേഷ്യൻസിന് ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. അവർക്ക് ഏത് കളർ ടാഗ് ആണ് കൊടുക്കുന്നത്? റെഡ് ടാഗ്.
രണ്ടാമത്തത് അർജന്റ് പേഷ്യൻസ്, അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണ്, അവർക്ക് യെല്ലോ ടാഗ് ആണ് നൽകുന്നത്. വാക്കിംഗ് വൂണ്ടഡ് അല്ലെ, എന്താണ് ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റിയവരെയാണ് വാക്കിംഗ് വൂണ്ടഡ്, മിനിമൽ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നവര്, അവർക്ക് തേർഡ് പ്രയോറിറ്റി അല്ലെ, അവർക്ക് ഗ്രീൻ കളർ ടാഗ് ആണ് നൽകുന്നത്. നെക്സ്റ്റ് ഡെഡ്, മരിച്ച അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന, എനി ഡെഡ് അല്ലെ, അപ്പൊ അവർക്ക് എന്താണ് ബ്ലാക്ക് ടാഗ് ആണ്, അവർക്ക് ലാസ്റ്റ് പ്രയോറിറ്റി ആണ് നൽകുന്നത്. ഓക്കെ ആണോ? ടാഗിങ് ചോദിക്കാട്ടോ, ടാഗിങ് ചോദിക്കാട്ടോ, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് സ്റ്റാർട്ട് അല്ലെ, സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. സിമ്പിൾ സ്റ്റാർട്ടില് എസ് ഫോർ സിമ്പിൾ, ടി ഫോർ ട്രയേജ്, എ ഫോർ ആൻഡ്, ആർ ഫോർ റാപ്പിഡ് ട്രീറ്റ്മെന്റ് അല്ലെ. എന്താണ് സിമ്പിൾ ട്രയേജ്? സിമ്പിൾ ട്രയേജ് നൽകുക, അതിവേഗം ചികിത്സ നൽകുക അല്ലെ, റാപ്പിഡ് ട്രീറ്റ്മെന്റ് നൽകുക. Is the method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. എന്താണ് ജീവൻ അപകടത്തിൽപ്പെടുന്ന പരിക്കുകളിലുള്ളവരെ തിരിച്ചറിയുന്നതിനും ഏറ്റവും മികച്ച സാധ്യതയുള്ള അല്ലെ രക്ഷപ്പെടാൻ ഏറ്റവും മികച്ച ചാൻസ് ഉള്ളവരെ തിരിച്ചറിയുന്നതിനുള്ളതാണ് ഈ ഒരു സിമ്പിൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. എന്താണ്? ഈസ് ദ മെത്തേഡ് ഓഫ് ക്വിക്ലി റെക്കഗ്നൈസിംഗ്, ഒരു മെത്തേഡാണ് അല്ലെ, രീതി. എന്തിനു വേണ്ടിയിട്ട്? പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ തിരിച്ചറിയുന്ന, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, തിരിച്ചറിയാൻ വേണ്ടി. എന്തിനാണ് അവരെ തിരിച്ചറിയുന്നത്? ഹു ആർ ഇമ്മീഡിയറ്റ്ലി ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് അല്ലെ, ജീവൻ അപകടത്തിൽപ്പെട്ട അസുഖങ്ങളുള്ള പരിക്കുകൾ പറ്റിയവര് ആരൊക്കെയാണ്? ആൻഡ് ഹു ഹാവ് ദ ബെസ്റ്റ് ചാൻസ് ഓഫ് സർവൈവിംഗ് അല്ലെ, ആരാണ് അതിജീവിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളവര് അല്ലെ എന്ന് തിരിച്ചറിയുന്നതിനുള്ളതാണ് ഈ ഒരു രീതി, മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ജീവൻ അപകടത്തിൽപ്പെടുന്ന ഇഞ്ചുറീസ് അല്ലെ, പരിക്കുകൾ ഉള്ളവരെയും അതിജീവിക്കാൻ ഏറ്റവും മികച്ച സാധ്യത ഉള്ളവരെയുമായ ഇരകളെ അല്ലെ, ആ ഒരു ഡിസാസ്റ്റർ പറ്റിയ ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു രീതിയാണ് സ്റ്റാർട്ട്. ഓക്കെ ആണോ? ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ആർക്കൊക്കെ പറ്റിയിട്ടുണ്ട്? നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ സാധ്യതയുള്ളത് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു മെത്തേഡ് ആണ് സ്റ്റാർട്ട്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വരാട്ടോ. സ്റ്റാർട്ട് ആ ഒരു സ്റ്റാൻസ് ചോദിക്കാം. പിന്നെ ഡാഷ് ഈസ് ദി മെത്തേഡ് ഓഫ് ക്വിക്ലി റെക്കഗ്നൈസിംഗ് victims who have immediately life threatening injuries and who have the best chance of surviving. ക്വസ്റ്റ്യൻ വരാട്ടോ. ഓക്കെ ആണോ? ഡിസാസ്റ്റർ മക്കളെ ഒരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ക്ലാസ് കേൾക്കുക. ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു രീതിയാണ് അല്ലെ, ഒരു മെത്തേഡാണ്. എന്തിനുള്ള മെത്തേഡാണ്? ജീവൻ അപകടത്തിൽപ്പെട്ട പരിക്കുകൾ ആർക്കൊക്കെയാണ് പറ്റിയത് എന്ന് തിരിച്ചറിയാനും ആർക്കൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താല് രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളത് അല്ലെ, സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്ന് തിരിച്ചറിയുന്നതിനുമുള്ള ഒരു മെത്തേഡാണ് സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റാർട്ടിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട് is to sort out victim into ambulatory and non-ambulatory by giving verbal instructions. അല്ലെ, എന്താണ് നമ്മൾ വെർബൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് കൊണ്ടുവന്ന അല്ലെ, ആംബുലേറ്ററിയിലോ അല്ലെങ്കിൽ നോൺ ആംബുലേറ്ററിയിൽ കൊണ്ടുവന്ന ആളുകളെ, വിക്ടിംസിനെ, ഈ ഒരു ഡിസാസ്റ്ററിന് ഇരയായിട്ടുള്ളവരെ എന്തെയാണ്? സോർട്ട് ഔട്ട് ചെയ്യാണ് അല്ലെ, തരംതിരിക്കുന്നു. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ ഡിലേഡ് പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ വാക്കിംഗ് വൂണ്ടഡ് ആണോ, അല്ലെങ്കിൽ മരണപ്പെട്ടവരാണോ
അല്ലെ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സോർട്ട് ഔട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ ഫസ്റ്റത്തെ? അതിനുശേഷം എന്താണ് അവരുടെ റെസ്പിറേഷൻ ടെസ്റ്റ് ചെയ്യാണ്. ശ്വാസോച്ഛ്വാസം അല്ലെ റെസ്പിറേഷൻ ചെക്ക് ചെയ്യാണ്. 30 കൂടുതലാണോ 30 കുറവാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം പെർഫ്യൂഷൻ റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട് അല്ലെ നമ്മുടെ റേഡിയൽ പൾസ് ഉണ്ടോ അല്ലെ അവർക്ക് പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. നെക്സ്റ്റ് കാപ്പിലറി റീഫിൽ. കാപ്പിലറി റീഫിൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് ബ്ലഡിന്റെ പാസേജ് നോക്കുന്നതിന് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് കാപ്പിലറി റീഫിൽ ടെസ്റ്റ്. നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടും അല്ലെ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാല് ആണോ ആണോ ആ ഒരു സമയത്ത് നമ്മുടെ ശരിക്കും ഒരുപാട് ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് പാസേജ് ശരിയായ രീതിയിൽ ഉണ്ടായിരിക്കോ? ഒരുപാട് നമ്മുടെ ശരീരത്തിലെ ഇല്ല. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പാസേജ് എങ്ങനെയാണ് എന്ന് നോക്കുന്നതാണ് കാപ്പിലറി റീഫിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. Blend test on nail with white or red, white to red in 2 seconds. ഇപ്പൊ നമ്മൾ ചെറുതിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഈ വിരലൊക്കെ പിടിച്ച് നെക്കിയിട്ടുണ്ടോ? നികത്തുമ്പോ കുറച്ചു നേരം നെക്കി പിടിച്ചിട്ടുണ്ടോ? ഒരു 2 സെക്കൻഡ്. ആ ഒരു 2 സെക്കൻഡ് നെക്കി കഴിയുമ്പോൾ നമ്മുടെ നികത്തിന്റെ കളർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്ത് വരും? വൈറ്റ് കളറിൽ വരും അല്ലെ കുറച്ചു നേരം നെക്കി പിടിച്ചു കഴിയുമ്പോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മ ആ ഒരു ഇത് എടുത്തു കഴിയുമ്പോ എന്താണ് അവിടെ റെഡ് കളറിൽ വരും പിങ്ക് കളറിൽ വരും അല്ലേ ഒരു റെഡിഷ് കളറില് ആണോ? ആണ്. അപ്പൊ എന്താണ് ആ ഒരു റെഡിഷ് കളറിൽ വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിലുള്ള ബ്ലഡ് പാസേജ് ഉണ്ട്. അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തില് ബ്ലഡ് പാസേജ് ഇല്ല നമ്മുടെ ശരീരത്തില് ബ്ലഡിന്റെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാപ്പിലറി റീഫിൽ ടെസ്റ്റ് നടത്തുന്നു. ഓക്കെ ആണോ? വൈറ്റ് ടു റെഡ് ഇൻ 2 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ആ ഒരു വൈറ്റ് കളർ റെഡ് കളർ ആകുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പൊ ബ്ലഡ് ടെസ്റ്റ് കാപ്പിലറി റീഫിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മെന്റൽ സ്റ്റാറ്റസ് അല്ലെ whether he or she can follow. ഇതിന് ഫ്ലോ എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. ഫോളോ എന്നാണ് കേട്ടോ. ഫോളോ കമാൻഡ്സ് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്. ഓക്കെ എന്താണ് നെക്സ്റ്റ് അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നോക്കിയാണ് അവര് ഡോക്ടർ പറയുന്ന ആ ഒരു കമാൻഡ്സുകൾ അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ എന്തെങ്കിലും വീഴ്ചകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കാഷ്വാലിറ്റിയിലൊക്കെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് ഡോക്ടർ പേരൊക്കെ ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തലയിടിച്ച് വീഴ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റ എന്തിനു വേണ്ടിയിട്ടാണ് അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെ നമുക്ക് നമ്മുടെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ അങ്ങനെയൊക്കെ നോക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഡോക്ടർ എന്താണ് കാപ്പിലറി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പാസേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കുകയാണ് അല്ലെ ഡോക്ടർ പറയുന്ന ആ ഒരു കമാൻഡ്സുകൾ അവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് അതിനുശേഷം ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് അല്ലെ. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? മിസ് എടുത്ത ഭാഗങ്ങൾ ഓക്കെ ആണോ? ഇനിയുള്ള ഭാഗം സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ഡിസാസ്റ്ററിന്റെ ആ ഒരു ബോക്സ് ഒക്കെ സിമ്പിൾ ആണ്. പിന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബോറടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ ഒരുപാട് പേര് ലെഫ്റ്റ് ചെയ്ത് പോയി. ബോറടിക്കുന്നുണ്ടോ?